أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അവന്റെ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിനെയും ആ ഇസ്ലാം ലോകത്ത് പ്രചാരണം നടത്തിയ പ്രവാചകന്മാരെയും അവരിലേക്ക് അല്ലാഹു നൽകിയ വേദഗ്രന്ഥങ്ങളെയും ഖുർആനിന്റെ തെളിമയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുക വഴി ഇഹലോകവും പരലോകവും വിജയിച്ചവരാവുകയും ചെയ്യണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിർബന്ധമായ ബാധ്യതയാണ്. അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അത്തരത്തിലുള്ള അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രസക്തമായ ഒരു ആഘോഷ ദിനത്തിനാണ് ലോകം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മതസമൂഹം എന്നറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹം അവരുടെ ക്രിസ്മസ് ആഘോഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ആഘോഷ പരിപാടികളുമൊക്കെ കാണുകയും അതിന് ലോകം സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ഒരു മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന വിഭാഗം എന്ന നിലക്ക് അത്തരം ആഘോഷങ്ങളോടും മതപരമായ സംവിധാനങ്ങളോടുമൊക്കെ മമതയും ഐക്യവുമൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. എല്ലാ മതസമൂഹങ്ങൾക്കും അവരുടെ ആഘോഷങ്ങളും മതപരമായ ആചാരങ്ങളും ചടങ്ങുകളുമൊക്കെ അതിന്റെ തനിമയിൽ നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കാൻ അവസരമുണ്ടാകണം എന്നത് നമ്മുടെ പുതിയ കണ്ടെത്തലല്ല. ഇസ്ലാം അതിന്റെ ആവിർഭാവ കാലം മുതൽ തന്നെ അനുവദിച്ചു കൊടുത്ത, ഉണ്ടാക്കിയെടുത്ത ഒരു മാനസികമായ അവസ്ഥയാണ്. നൂറ്റാണ്ടുകളായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് അത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയുമൊക്കെ വർഗീയമായ ചേരിതിരിവുകളിലൂടെയും പരസ്പരം കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയുടെയും ഒക്കെ ബ്ലോക്കുകൾ ഉണ്ടാക്കി മനുഷ്യർക്കിടയിൽ വൻമതിലുകൾ പണിയുകയും ചെയ്യുന്ന വർത്തമാന കാലത്ത് ഇത്തരം ആഘോഷങ്ങളെ ഒക്കെ അംഗീകരിക്കുകയും അതിനോടൊക്കെ ഐക്യപ്പെടുകയും ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ ഒരു സമൂഹം എന്ന നിലക്ക് നമ്മുടെ പരസ്പരമുള്ള നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാനസികമായി നാം അവരുടെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ അതിനോട് ഐക്യപ്പെടുന്നതോടൊപ്പം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് എന്നുകൂടി അറിയാനുള്ള ഒരു സന്ദർഭമാണ്. അബ്രഹാമിക് മതങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഉത്ഭവിച്ച മതങ്ങൾ എന്ന രീതിയിൽ പ്രധാനമായ 3 മതങ്ങളാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ഒന്ന് ജൂത സമൂഹത്തിന്റെ മതം, രണ്ടാമത്തത് ക്രൈസ്തവ സമൂഹത്തിന്റെ മതം, മൂന്നാമത്തത് ഇസ്ലാമിക സമൂഹത്തിന്റെ മതം, ഇസ്ലാമിക സമൂഹം. ഈ 3 മതങ്ങളുടെയും ഉത്ഭവം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ബനു ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ആയതുകൊണ്ടാണ് അതിനെ അബ്രഹാമിക് മതങ്ങൾ, ഇബ്രാഹിമി മതങ്ങൾ എന്ന് പറയുന്നു. മറ്റൊരു അർത്ഥം കൂടി അതിനുണ്ട്. യഥാർത്ഥത്തിൽ ഈ മതങ്ങളുടെ ഒക്കെ ഉത്ഭവം അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്ന ലോക ജനസമൂഹത്തിന്റെ നേതാവായി അള്ളാഹു തെരഞ്ഞെടുത്ത, നിന്നെ നാം ഈ സമൂഹത്തിന് വരാനിരിക്കുന്ന ജനസമൂഹത്തിന്റെ നേതാവാക്കിയിരിക്കുന്നു എന്ന്
ഖുർആൻ വിളംബരം ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തെളിമയാർന്ന തൗഹീദി സരണിയിൽ നിന്നാണ് ഈ വ്യതിചലനങ്ങൾ വന്നുപോയ മതസമൂഹങ്ങളൊക്കെ ഉണ്ടായത് എന്ന ഒരു പാഠം കൂടി ഇതിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകന്മാരെ മുഴുവൻ അംഗീകരിക്കുകയും ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലി, ഈ ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിലും ഒരു വ്യത്യാസവും കൽപ്പിക്കാതിരിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈമാൻ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാള് മുസ്ലിമാവുകയില്ല എന്നർത്ഥം. ആ വിശ്വാസത്തോടൊപ്പം തന്നെ ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് തുടങ്ങി അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്നത് വരെയുണ്ടായിരുന്ന ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അവരെല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, സത്യപ്രബോധകന്മാരായിരുന്നു, പടച്ചവൻ ജനസമൂഹങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാകുന്നത്. ചരിത്രപരമായും ഖുർആനിന്റെ അടിത്തറയിലും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന്റെ തൊട്ടു മുമ്പ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ആ ഖതമുൻ നുബുവത്തിന്റെ മുമ്പ് വന്ന അവസാനത്തെ പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. ഏതാണ്ട് BCE, ബിഫോർ കോമൺ ഇറ എന്ന് അടയാളപ്പെടുത്തുന്ന ചരിത്ര വർഷമനുസരിച്ച് ഈ 6-നും 4 ഇടയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന മൂസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് ഏതാണ്ട് 1300 കൊല്ലക്കാലത്തിന് ശേഷമാണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനമെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് ഹെറോഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഒരു രാജാവിന്റെ കാലത്താണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം പറയുന്നത്. അന്ന് അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായി ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുകയും കണ്ടെത്തുകയും ചെയ്ത ഒരു ദിവസവും ഒരു വർഷവും ഒരു സമയവുമാണ് ഇന്ന് ക്രിസ്മസ് ആയിക്കൊണ്ട് അംഗീകരിക്കപ്പെടുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന കൂട്ടത്തിൽ 25ഓളം സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാമിനെയും ആ രീതിയിൽ തന്നെ തെളിമയാർന്ന ചിത്രത്തോടുകൂടി ഈസാ നബി അലൈഹി സ്വലാമിനെയും നാം അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രബോധന ഗ്രന്ഥമായിരുന്ന അദ്ദേഹത്തിന്റെ ദിവ്യഗ്രന്ഥമായിരുന്ന തൗറാത്തിനെ ഇന്ന് നിലവിലുള്ള അവസ്ഥയിലല്ല, അതിന്റെ മഹിതമായ തെളിമയാർന്ന യാഥാർത്ഥ്യപൂർണമായ അതിന്റെ ഒറിജിനൽ തൗറാത്തിനെയും അതിനു മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കി കൊടുത്ത തൗറാത്തിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇഞ്ചീലിനെയും ആ രീതിയിൽ തന്നെ കുത്തുബ് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്ന അടിസ്ഥാനത്തിൽ അതിനെ നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നിലവിൽ കാണുന്ന ആ അവസ്ഥയിലല്ല, അതിന്റെ മാറ്റത്തിരുത്തലുകൾക്ക് മുമ്പുണ്ടായിരുന്ന വെട്ടിമാറ്റുകൾക്ക് മുമ്പുണ്ടായിരുന്ന ആ വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥങ്ങളാണെന്നും അത് പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രവാചകന്മാരായിരുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഈസാ നബി അലൈഹി ഇസ്ലാമിനും ഇറക്കി കൊടുത്തതാണ് എന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഉലുൽ അസ്മുകൾ എന്ന് പറയുന്ന ദൃഢചിത്തരായ അള്ളാഹുവിന്റെ 5 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. നൂഹ് നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 പ്രവാചകന്മാരെയും ഉലുൽ അസ്മുകളായ ദൃഢമനസ്കരായ ഒരുപാട് പ്രയാസങ്ങളെയും ഒരുപാട് പരീക്ഷണങ്ങളെയും ചവിട്ടിക്കയറി അള്ളാഹുവിന്റെ പ്രവാചകത്വത്തിന് വേണ്ടി നിലകൊണ്ട പ്രവാചകന്മാർ എന്ന രീതിയിൽ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ എന്നാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത്. അവരിൽ ഒരാളാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ 25 തവണയിലേറെ പരാമർശിക്കപ്പെട്ട, ഒട്ടൊക്കെ വിശദാംശങ്ങളോടുകൂടി പരാമർശിക്കപ്പെട്ട പ്രവാചകൻ കൂടിയാണ് ഈസാ നബി അലൈഹി സ്വലാം. മാത്രമല്ല ഒരുപാട് പേരുകളിൽ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. മസീഹ്, ഇബ്നു മറിയം, റൂഹുള്ള, കലിമത്തുള്ള എന്നീ പേരുകളിലൊക്കെ പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. താൻ ഒരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ 7ഓളം അത്ഭുതങ്ങൾ നൽകിയ ഒരു പ്രവാചകൻ കൂടിയ, മൗഇസത്തുകൾ നൽകിയ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം തന്നെ പിതാവില്ലാതെയായിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹ്
ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ കമസലി ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പിറവി പോലെയാണ്, അല്ലെങ്കിൽ സൃഷ്ടിപ്പ് പോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത്. സുമ്മ ഖാല കുൻ ഫയകൂൻ, പിന്നെ നീ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിന്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾക്ക് വിധേയായ ഒരു മഹതിയാണ് അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്ന മറിയം ബീവി. പരിശുദ്ധ ഖുർആൻ മറ്റെല്ലാ പ്രവാചകന്മാരുടെ പത്നിമാരെ കുറിച്ചും ഉമ്മമാരെ കുറിച്ചോ പരാമർശിക്കപ്പെടാത്ത രീതിയിൽ തന്നെ മറിയം ബീവിയെ കുറിച്ച് ഒരു സൂറത്ത് തന്നെ, സൂറത്ത് മറിയം എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ തെളിമയാർന്ന രീതിയിൽ ഈ മതങ്ങളെയും ഈ മതസംഹിതകളെയും പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അത്ര തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ഉമ്മയായ മറിയം ബീവിയെയും മറ്റ് മതഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങളിൽ കാണാൻ പോലും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൻ പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് അപവാദ പ്രചരണങ്ങൾക്ക് വിധേയമാവുകയും സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്ത മഹതി കൂടിയായിരുന്നു മഹതിയായ മറിയം ബീവി. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തിലെ മുഅ്മിനുകളുടെ, വിശ്വാസികളുടെ ഉദാഹരണമായി പറഞ്ഞപ്പോ മറിയം ഇബ്നത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, തന്റെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിച്ച ഒരു അപവാദത്തിനും ഇടകൊടുക്കാതെ ആ പവിത്രതയും ആ ചാരിത്രവും കാത്തു സൂക്ഷിച്ച മഹതിയായ ആ മറിയം ബീവിയെ വിശ്വാസികളുടെ ഉദാഹരണമാക്കി നാം വെച്ചിരിക്കുന്നു. നമ്മുടെ ആത്മാവിനെ അവരുടെ വയറ്റിലേക്ക് നാം ഊതുകയും റബ്ബിന്റെ കലിമത്ത് പൂർത്തീകരിക്കുകയും അവന്റെ ഗ്രന്ഥവും പൂർത്തീകരണം നൽകുകയും ചെയ്ത വകാനത്ത് മിനൽ ഖാനിതീൻ, അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ച മഹദികളിൽ പെട്ടവളായിരുന്നു മറിയം ബീവി എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. വൈദകാലത്തിൽ മലായികത്തുകൾ പറഞ്ഞ സന്ദർഭം, യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുക ബികലിമത്തിൻ മിന്നു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം, മറിയമേ നിനക്ക് ഇതാ അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത വന്നിരിക്കുന്നു, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ആ കുഞ്ഞിന് അള്ളാഹു നാമകരണം ചെയ്തിരിക്കുന്ന മസീഹ് ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയെടുത്ത് മുഴുവൻ പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസ അള്ളാഹുവിന്റെ പുത്രനല്ല, പടച്ചവന്റെ പുത്രനല്ല, മറിയമിന്റെ പുത്രനായ ഈസ. ആ ഈസ അള്ളാഹുവിന്റെ വചനത്തിന്റെ പൂർത്തീകരണമായി മറിയമിൽ ജനനം കൊള്ളുകയും അള്ളാഹു മറിയമിന്റെ വയറ്റിലൂടെ സൃഷ്ടിച്ചെടുക്കുകയും അങ്ങനെ ലോകത്തിന്റെ അത്ഭുതമായി, ലോകത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി ലോകത്തിന് സമർപ്പിക്കപ്പെടുകയും ചെയ്ത പ്രവാചകനാണ്. ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും വലിയ മുഅ്ജിസത്ത് തന്നെ അതായിരുന്നു. അദ്ദേഹത്തിന് പിതാവുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അദ്ദേഹം ജന്മം കൊള്ളുകയായിരുന്നു. രണ്ടാമത്തത്, തൊട്ടിലിൽ സംസാരിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. കളിമണ്ണിൽ നിന്ന് പക്ഷികളെ ഉണ്ടാക്കുകയും ആ കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും അതിൽ ഊതുമ്പോൾ അത് ജീവനുള്ള പക്ഷിയായി മുഅ്ജിസത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്ത പ്രവാചകൻ. അതുപോലെ തന്നെ ജന്മന അന്ധനായവരെയും വെള്ളപ്പാണ്ട് ബാധിച്ചവരെയും സുഖപ്പെടുത്തിയ പ്രവാചകൻ. മരിച്ചവരെ ജീവിപ്പിച്ചു ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. അതുപോലെ തന്നെ പ്രബോധിത സമൂഹത്തിന്റെ വീടുകളിൽ എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ, ഭക്ഷണ സാധനങ്ങളാകട്ടെ മറ്റെന്ത് വസ്തുക്കളാകട്ടെ, അത് വിളിച്ച് ഇന്നതിനൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഇല്ലേ, നിങ്ങൾ അടച്ചു വെച്ചിട്ടില്ലേ, സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ എന്ന് പറയുന്ന പ്രവാചകൻ. ഇങ്ങനെ 7 അത്ഭുതങ്ങൾ കൊണ്ട് അള്ളാഹു അടയാളപ്പെടുത്തിയ പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം. പക്ഷെ ഈ അടയാളങ്ങൾ ഒരിക്കലും തന്റെ കഴിവുകളായിക്കൊണ്ടോ അല്ലെങ്കിൽ തന്റെ എന്തെങ്കിലും സവിശേഷതകളായിക്കൊണ്ടോ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നില്ല. മാത്രമല്ല അതൊക്കെയും അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്നി അബ്ദുള്ള, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഈ തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ചൂണ്ടിക്കൊണ്ട് മറിയം ബീവി ആ കുട്ടിയോട് ചോദിച്ചു നോക്ക്, ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ഉമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ആ സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ്യ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞെങ്ങനെയാണ് സംസാരിക്കുക? അവിടുന്ന് കുഞ്ഞ് സംസാരിക്കുകയാണ്. കാല ഇന്നി അബ്ദുള്ള, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആ താനിയൽ കിതാബ്, എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. വജഅലനി നബിയ്യ, എന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്നു. വറസൂലൻ ഇലാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽ സമൂഹത്തിലേക്കുള്ള ദൂതനായി എന്നെ നിയോഗിച്ചിരിക്കുന്നു. മറ്റൊരിക്കൽ പറഞ്ഞു
അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും, എന്റെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ, നിങ്ങൾക്ക് സത്യദീനിനെ മനസ്സിലാക്കാൻ, എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവിനെ തിരിച്ചറിയാൻ അവൻ എനിക്ക് നൽകിയ കഴിവുകളെ ഞാനിതാ നിങ്ങളെ മുമ്പിൽ വെക്കുന്നു. ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഅയ്ഹത്തി ത്വയ്ർ, ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് നൽകാം. ഫഅൻഫഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അതിൽ ഞാൻ ഊതുമ്പോൾ അതിന് ജീവൻ വെക്കും, അത് ജീവനുള്ള പക്ഷിയായി മാറും. ഇങ്ങനെ തുടങ്ങി ഈ 7 അത്ഭുതങ്ങളെയും ആയത്തുകളിൽ പല സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളിൽ മുഴുവൻ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ പുത്രനല്ല, ഞാൻ അള്ളാഹുവിന്റെ ദൈവികമായ അംശങ്ങൾ അടങ്ങിയ ആളുമല്ല, മറിച്ച് ഇന്നേ അബ്ദുള്ള, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആ പ്രവാചകന്മാരിൽ വന്ന അവസാനത്തെ പ്രവാചകൻ എന്തിനാണ് ഞാൻ വന്നത്? വഇദ് ഖാല ഈസാ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മറിയം ബീവിയുടെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്ന ദൂതനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പ് നിങ്ങളുടെ പ്രവാചകനായിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, ഞാനൊരു കള്ളപ്രവാചകനായിരുന്നെങ്കിൽ, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആളായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിക്കൊണ്ട് വരിക? വരാനിരിക്കുന്ന പ്രവാചകന്റെ സന്ദേശവാഹകനായിക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് വരിക? ഞാൻ അതൊന്നുമല്ല, മറിച്ചൊരു പ്രവാചകൻ മാത്രമാണ്. എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന് പേരുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നതിനും വേണ്ടി വന്ന പ്രവാചകനാണ് ഞാൻ. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയാൻ, അങ്ങനെ അവർ ആ ഒരു ദൃഷ്ടാന്തവുമായി ഈ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഖാലു ഹാദാ സിഹ്റും മുബീൻ, ഇതാ സമൂഹം പറയുന്നു ഇത് വല്ലാത്ത മാരണം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏകദൈവത്വത്തിന്റെ തൗഹീദിന്റെ പ്രചാരകനായി ലോകത്ത് വന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരിലെ അതിശക്തനായ കണ്ണി മാത്രമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. തൗഹീദിന്റെ പ്രചാരകനാണ് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ മാതാവോ അള്ളാഹുവിന്റെ ശിർക്ക് പഠിപ്പിച്ചിട്ടില്ല, പടച്ചവനിൽ പങ്കുചേർക്കുന്നു പഠിപ്പിച്ചില്ല. ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനാണ്. അത് തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ വന്നത് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ, എനിക്ക് മുമ്പ് വന്ന മൂസാ നബി അലൈഹി സ്വലാമിന്റെ വാദങ്ങളെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അദ്ദേഹത്തിന് നൽകിയ തൗറാത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്ന ചില നിയമങ്ങള്, അവര് ജൂതന്മാര് അവരുടെ പൗരോഹിത്യത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ ചില കെട്ടിക്കുടുക്കുകള്, തലനാരിയുടെ കീറി കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യുക എന്നത് ജൂതന്മാരുടെ പണിയായിരുന്നു എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഒക്കെ ജൂതന്മാരുടെ അല്ലെങ്കിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് ചിലതൊന്നും നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. പരസ്പരമുള്ള ശണ്ഠകൂടലും പൗരോഹിത്യത്തിന്റെ മേലാളിത്തവും അതുപോലെ തന്നെ തലനാരിയുടെ കീറി ഇസ്ലാമിന്റെ നിയമങ്ങളെ മനുഷ്യന് ദുസ്സഹമാകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കലും ഒക്കെയായിരുന്നു അവരുടെ പണി എന്നതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഒരുപാട് വേണ്ടായ്മകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ചെയ്യായ്മകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ തൗറാത്തിൽ നിന്ന് നിങ്ങൾക്ക് വന്നതിനെ സത്യപ്പെടുത്താൻ നിങ്ങൾക്ക് നിരോധിക്കപ്പെട്ട, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഒരുപാട് സംഗതികൾ അനുവദിക്കുന്നതിന് വേണ്ടി റബ്ബിക്കും, എന്റെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, എനിക്ക് ഇബാദത്ത് ചെയ്യണം ഈസാ നബി പറഞ്ഞിട്ടില്ല. ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, വഅതിഊൻ, എന്നെ അനുസരിക്കുകയും ചെയ്യണം. മുഴുവൻ പ്രവാചകന്മാരുടെയും വാദം ഇതാണ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾ വിശ്വാസത്തിലാകും. അതുപോലെ തന്നെ ബനൂ ഇസ്രായേൽ സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന ഭിന്നിപ്പുകളെ ഇല്ലാതാക്കാൻ വലമ്മാ ജാഅ ഈസാ ബിൽ ബയ്യിനാത്ത്, ഈസാ നബി അലൈഹിസ്സലാം
വലിയ ദൃഷ്ടാന്തങ്ങളുമായി അവരിലേക്ക് വന്നപ്പോൾ കാലക്കതിക്കും ബിൽ ഹിക്മ, ഞാനിതാ തത്വജ്ഞാനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. വലി ഉബയ്യനലക്കും ബഅദല്ലദീ തഖ്തലിഫൂന ഫീഹി, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചിരുന്ന ചില സംഗതികള് ആ ഭിന്നതകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വാത്തിയൂൻ, എന്നെ അനുസരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുഷിച്ച് നാറിയ ഒരു സംവിധാനം പൗരോഹിത്യത്തിന്റെ മേലാളിത്തമായിരുന്നു. ആ പൗരോഹിത്യം ഉണ്ടാക്കിയ ദുഷിച്ച സംവിധാനത്തിന് കീഴിലാണ് അന്ന് ബനു ഇസ്രായേൽ സമൂഹം ഉണ്ടായിരുന്നത്. അവരാണ് ആധിപത്യം ഉണ്ടാക്കുന്നത്, അവരാണ് മേലാളന്മാരായിരുന്നത്, അവരുണ്ടാക്കുന്ന നിയമങ്ങളാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ആ പൗരോഹിത്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അവർ ഊന്നി നിൽക്കുന്ന ഒരു പ്രമേയമുണ്ടാകും. തൗഹീദിന്റെ കൂടെ തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മോശമായ ഒരു പ്രവണതയ്ക്കെതിരെ അവർ വിരൽ ചൂണ്ടുകയും അതിന്റെ മസ്ലഹത്തിന് വേണ്ടി, അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം അത് പൗരോഹിത്യത്തിന്റെ മേലാളിത്തത്തിന്റെ കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബൈബിൾ എടുത്ത് പരിശോധിച്ചാലും മത്തായിയുടെയും മാർക്കോസിന്റെയും ഒക്കെ സുവിശേഷം എടുത്ത് പരിശോധിച്ചാൽ ഇന്നും നഷ്ടപ്പെടാതെ നിൽക്കുന്ന വാചകങ്ങളിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വചനങ്ങളുണ്ട്. കപടഭക്തന്മാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായിട്ടുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കിണ്ടികളുടെയും കിണ്ണങ്ങളുടെയും പുറം വെടിപ്പാക്കുന്നു, അതിന്റെ അകം വെടിപ്പാക്കുന്നില്ല. മറ്റൊരു അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖബറുകൾ പോലെയാണ്, ഖബറിന്റെ പുറം നിങ്ങൾ കുമ്മായം തേച്ച് വൃത്തിയാക്കുന്നു, പക്ഷെ അകത്തുള്ളത് ചീഞ്ഞളിഞ്ഞ ശവങ്ങളാണ്. അതുപോലെയാണ് നിങ്ങളുടെ അകം ദുഷിച്ചു പോയിരിക്കുന്നു. ആ സമൂഹത്തില് നിങ്ങൾ അങ്ങേയറ്റം മോശമായിരിക്കുന്നു എന്ന് പൗരോഹിത്യത്തിനെതിരെ ശക്തമായി നിലകൊണ്ട പ്രവാചകൻ കൂടിയാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ജൂതന്മാര് അദ്ദേഹത്തെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നാണ് ജൂത സംവിധാനത്തിന് അല്ലെങ്കിൽ ജൂതന്മാരുടെ അഭിപ്രായത്തില്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊന്നുകളഞ്ഞു. ക്രൈസ്തവ സമൂഹമാകട്ടെ അദ്ദേഹത്തെ കൊന്നുകളയുകയല്ല ചെയ്തത്, അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത്, അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ വലിയ തന്ത്രങ്ങൾ ഉണ്ടാക്കി, പക്ഷേ അല്ലാഹു അതിനേക്കാളും വലിയ തന്ത്രം പ്രയോഗിച്ചു എന്ന് പ്രവാചകനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇത് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം, യാ ഈസ, അല്ലയോ ഈസ, ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, അല്ലയോ ഈസാ നബിയെ, നാം താങ്കളെ എന്നിലേക്ക് തന്നെ പൂർണ്ണമായി ഏറ്റെടുക്കുകയും താങ്കളെ എന്നിലേക്ക് ഉയർത്തുകയും ചെയ്യുകയാണ്. വമുതഹിറുക മിനല്ലദീന കഫറു, സത്യനിഷേധികളിൽ നിന്ന് താങ്കളെ ശുദ്ധീകരിക്കാനും നാം ഉദ്ദേശിക്കുന്നു. വജാഇലുല്ലദീന തബഊക ഫൗകല്ലദീന കഫറു, താങ്കളുടെ കൂട്ടത്തിൽ വിശ്വാസികളായി ഇപ്പോഴുള്ള ആ ആളുകൾക്ക് അല്ലാഹു അന്ത്യനാള് വരെ നിഷേധികളെക്കാൾ ഔന്നിത്യം നൽകി അനുഗ്രഹിക്കും. ഇലയ്യ സുമ്മ ഇലയ്യ മർജൂക്കും, പിന്നെ ഇവരുടെ എല്ലാം മടക്കം എന്നിലേക്കാണ്. ഫയുനബ്ബിയുക്കും ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, ഏതൊരു വിഷയത്തിലാണ് അവര് പരസ്പരം ശണ്ട കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം ആ ദിവസത്തിൽ തീർപ്പാക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലുകയോ അദ്ദേഹത്തെ കുരിശിലേറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെ തെളിമയാർന്ന രീതിയിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പകരം അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത, അദ്ദേഹത്തിന് ജൂതന്മാരുടെ കൈകളിലേക്ക് കൊടുത്ത ഇസ്കരിയോത്ത യൂദ എന്ന് പറയുന്ന, നമ്മൾ ജൂദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ജൂദാസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപസാദൃശ്യത്തിലാക്കുകയും ആ ജൂദാസിനെ പിടിച്ചുകൊണ്ടുപോയി കുരിശിലേറ്റുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് പകരം സംഭവിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഖൗലിഹിം ഇന്നാ ഖതൽനാ മറിയം റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ മറിയമിന്റെ പുത്രൻ ഈസയെ അവർ കൊന്നുകളഞ്ഞു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വമാ ഖതലൂഹു വമാ സലബൂ, അവർ കൊന്നിട്ടില്ല, അവർ കുരിശിലേറ്റിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് പരസ്പര സാദൃശ്യമായി നാം സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ, ഈ വിഷയത്തിൽ അങ്ങേയറ്റം സംശയത്തോടുകൂടി കൊന്നതാണോ കുരിശിലേറ്റിയതാണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാഅൻ, ചില ഊഹങ്ങളെ പിൻപറ്റിക്കൊണ്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നു എന്നതല്ലാതെ അവരുടെ കയ്യിൽ യാഥാർത്ഥ്യത്തിന്റെ ഒരു പൊടി പോലുമില്ല. വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞിട്ടില്ല, ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞിട്ടില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി,
പകരം അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ്, അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. വകാന അല്ലാഹു അസീസൻ ഹകീമ, അള്ളാഹു എത്ര പ്രതാപവാനും യുക്തിമാനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവങ്കിലേക്ക് ഉയർത്തി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നിലവിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളുടെ ആ വ്യതിരിക്തത ഏത് വഴികളിലൂടെയാണ് കടന്നു വന്നത് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആ മതസമൂഹത്തിന് സംഭവിച്ചത് എന്നും ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമൂഹത്തിന്, ഉമ്മത്ത് മുസ്ലിമുക്ക് അതിനെക്കുറിച്ച് വലിയ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രവാചകനോടുള്ള ആദരവ്, ആ പ്രവാചകനോടുള്ള ബഹുമാനം, ആ പ്രവാചകനോടുള്ള സ്നേഹം അതിര് കവിഞ്ഞ് അദ്ദേഹത്തെ ദൈവമാക്കുകയും അദ്ദേഹത്തെ ഇലാഹാക്കുകയും അദ്ദേഹത്തിന്റെ മാതാവിനെ ദൈവിക പദവിയിൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ അതിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുണ്ടായ കാരണമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സമൂഹത്തെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്ന ഒരു സംഗതി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സമീഅ ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു അലൽ മിമ്പർ, മിമ്പറിന്റെ മുകളിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ലാ തതുറൂനി കമാ അത്രത നസാറ ഇബ്നു മറിയം, ഈ മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആ സമൂഹം ചെയ്തതുപോലെ നിങ്ങൾ എന്നെ ഒരു കാലഘട്ടത്തിലും കൈകാര്യം ചെയ്യരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറയണം, അബ്ദുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ് എന്ന് നിങ്ങൾ പറയണമെന്നാണ്. ലാ തജ്അൽ ഖബരി ഈദൻ, എന്റെ ഖബറിനെ ഒരിക്കലും നിങ്ങൾ ആഘോഷവേദിയാക്കരുത്, ഉത്സവസ്ഥലമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയതും ഈ പശ്ചാത്തലത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരിടമാക്കി റബ്ബേ എന്റെ ഖബറിനെ നീ മാറ്റരുത്. ഇസ്തദ വദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ്, ഒരു സമൂഹത്തിന് നേരെ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാസ്ഥലമാക്കിയ ആളുകൾക്ക് മേൽ അള്ളാഹുവിന്റെ കോപം അതികഠിനമാണ്, അവർ ശിർക്ക് പ്രവർത്തിക്കുന്നവരാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാധനാ രംഗത്തും സാമൂഹിക രംഗത്തും ശിർക്ക് കടന്നു വരുന്നതിനെതിരെ ജാഗ്രത പാലിക്കാനുള്ള സമയം കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങൾ എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു മഹാനായ പ്രവാചകന്റെ മാതാവ്, ആ പ്രവാചകനിലേക്ക് വഹയി കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ഇവരൊക്കെ ഈ സത്യത്തിന്റെ ചിന്തയിൽ നിന്ന് വഴിമാറി അവരെ കുറിച്ച് ഇത്തരം തെറ്റായ സരണിയിലേക്ക് ആളുകൾ വഴിമാറി പോകുന്നത് എവിടെ വെച്ചാണ് എന്ന് വളരെ വ്യക്തമായി നിലവിലുള്ള ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും അത്തരം പുണ്യപുരുഷന്മാരെയും ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും ഒക്കെ അള്ളാഹു നൽകിയ പരിധിക്കപ്പുറം നിന്നുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഭൗതികമായ താല്പര്യങ്ങൾക്കോ സാമൂഹികമായ താല്പര്യങ്ങൾക്കോ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ലോകത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം ഒരു പാഠപുസ്തകമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ നമുക്കുള്ള ഒരു പാഠപുസ്തകമാണ്. അതിര് കവിയാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ അഖബ ഉടമ്പടികൾക്ക് സാക്ഷിയായ സന്ദർഭത്തെ സ്ഥലത്തുണ്ടായിരുന്ന മരം പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുറിച്ചു കളയാൻ ആവശ്യപ്പെട്ടത്. ഒരു കാലഘട്ടത്തിലും ഇസ്ലാം ആ സത്യത്തിന്റെ പാതയിൽ നിന്ന്, അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന ഒന്നും സൃഷ്ടികൾക്ക്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും അതിനു മുമ്പ് വന്ന പ്രവാചകന്മാരാണെങ്കിലും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഒരു പ്രവാചകനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم, ഈ ബനി ഇസ്രായേൽ സമൂഹത്തിലെ നിഷേധികളായ ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അലാ ലിസാനി ദാവൂദ് നബി ഇസ്ലാമിന്റെ നാവിലൂടെയും വഈസ ബിൻ മറിയം, മറിയമിന്റെ പുത്രൻ ഈസയുടെ നാവിലൂടെയും. ذلك بما عصوا وكانوا يعتدون, അവർ ധിക്കാരം പ്രവർത്തിക്കുകയും അങ്ങേയറ്റം അതിര് കവിയുകയും ചെയ്തു. കാനൂലായ തനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ പരസ്പരം ചെയ്തിരുന്ന തിന്മകളെ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്തില്ല. അവരതിനെ മൗനം പൂൽകി സമ്മതിച്ചു. അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് തീരുമാനിച്ചു. തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ആ തെറ്റുകളിൽ നിന്ന് തൗഹീദിന്റെ പാതയിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നത് വിശ്വാസത്തിന്റെ അടയാളമാണ് എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കുന്നു. കാനൂലായ തനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ പരസ്പരം ചെയ്തിരുന്ന
തെറ്റുകളെ അവർ ചൂണ്ടിക്കാണിച്ചില്ല. ലബീസമാക്കാനു യഫ്അലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമേൽ നികൃഷ്ടമാണ്, മോശമായ പ്രവർത്തനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹവാരിയങ്ങൾ എന്ന ഒരു വിഭാഗം അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും സത്യത്തിന്റെ മാർഗത്തിൽ പിന്നീട് നൂറ്റാണ്ടുകളോളം പ്രബോധനം ചെയ്യുകയും ചെയ്ത ഹവാരിയങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നഹ്നു അൻസാറുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികളായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്ന പ്രവാചകന്റെ സച്ചരിതരായ അനുയായികൾ, അവരിലൂടെയാണ് പിന്നീട് കുറെ നൂറ്റാണ്ടുകളിൽ ഈ യഥാർത്ഥ തൗഹീദ് പ്രചരിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിക്കുന്ന ഘട്ടത്തിലും വറഖത്ത് ഇബ്നു നൗഫലിനെ പോലെയുള്ള ആളുകൾ ആ സത്യമാർഗത്തിന്റെ വക്താക്കളായി മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെയുള്ള അറബ് രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഭൂരിഭാഗവും നേരത്തെ പറഞ്ഞ പൗരോഹിത്യത്തിന്റെ മേധാവിത്വം കൊണ്ട് ആ തൗറാത്തിനെ, ഇഞ്ചീലിനെ അവർ മാറ്റുകയും ഒരുപാട് പുതിയ നിയമങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയും കൂട്ടിച്ചേർക്കലുകളും വെട്ടിച്ചേർക്കലുകളും വെള്ളം ചേർക്കലുകളും ഉണ്ടാക്കി മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടാത്തത് ഗ്രന്ഥമാക്കി അവരിൽ തൗറാത്തിനെ മാറ്റിയെടുത്തു, ഇഞ്ചീലിനെ മാറ്റിയെടുത്തു. അതുപോലെ തന്നെ ആ പ്രവാചകന്റെ ഈ മഹിതമായ അധ്യാപനങ്ങൾക്ക് പകരം നേരെ മറിച്ചുള്ള അധ്യാപകങ്ങൾ അവരോ സമൂഹത്തെ പഠിപ്പിക്കുകയും അതനുസരിച്ച് ആ സമൂഹം പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഞാൻ പറയുന്നത് അവരുടെ ആചാരങ്ങളെയോ അവരുടെ അനുഷ്ഠാനങ്ങളെയോ അവരുടെ ആഘോഷങ്ങളെയോ അപമതിക്കാനോ അപമാനിക്കാനോ വില കൊടുക്കാതിരിക്കാനോ അല്ല, മറിച്ച് ഒരു വിശ്വാസി സമൂഹം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ യഥാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം കയ്യിലുള്ളത് ഇന്ന് നമ്മുടെ കയ്യിൽ മാത്രമാണ് എന്നതുകൊണ്ടുകൂടിയാണത് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സമൂഹത്തില് മതങ്ങൾക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നൂറ്റാണ്ടുകളോളം സൗഹാർദ്ദത്തോടുകൂടി കടന്നുപോയിരുന്ന ഈ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും എല്ലാ സമൂഹങ്ങളിൽ നിന്നും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇത്തരം സംഗതികളെ നാം ആ മനസ്സോടുകൂടി കാണുകയും പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര കൊള്ളക്കൊടുക്കലുകളെയും തൗഹീദിന് വിരുദ്ധമല്ലാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനസമൂഹത്തിന് മാത്രമേ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ അബ്രഹാമിക് മതങ്ങളുടെ ആളുകളാണ് ക്രൈസ്തവ സമൂഹവും ജൂത സമൂഹവും മുസ്ലിം സമൂഹവും ഒക്കെ. പക്ഷേ നൂറ്റാണ്ടുകളോളം അങ്ങനെ കൊള്ളക്കൊടുക്കുകളിലൂടെ അവർ ജീവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ആ ക്രൈസ്തവ സമൂഹത്തിനിടയിലും ബോധപൂർവമായി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി മുസ്ലിം സമൂഹത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സംവിധാനങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ അവർക്കുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ തെറ്റുകൾ തിരുത്താനും അതുപോലെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ തെളിമയാർന്ന ചിത്രത്തെയും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.